ഹായ്, ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാവർക്കും നമസ്കാരം. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ സമ്പത്തിന്റെ നിയമങ്ങൾ എന്നതിന്റെ 8ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി വിശദമായി സംസാരിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞിരുന്നു, ഈ പോഡ്കാസ്റ്റ് നമ്മുടെ 100 സമ്പത്തിന്റെ നിയമങ്ങളെ പറ്റി പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് റിലവന്റ് എന്ന് തോന്നുന്നത് എടുക്കുക, അത് ജീവിതത്തെ പ്രാവർത്തികമാക്കുക. കാരണം ഈ പറയുന്ന 100 നിയമങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രയോഗിക്കേണ്ടതാണ്. ഇവിടെ ബിസിനസ്സുകാർക്കാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നത് എന്നതുകൊണ്ട്, കാരണം ബിസിനസിന്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സുകളുടെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്ന ചോദ്യത്തിന് ഉത്തരം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ്, അല്ലെ? അതാണ് ഏറ്റവും മൂല്യമായ അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അതൊന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. നമ്മളെ സ്വയം വിളിക്കുന്ന പേരിനെ ഒന്ന് ടൈപ്പ് ചെയ്യുക, എല്ലാവരോടുള്ള അഭ്യർത്ഥന. ഞാൻ ചെറിയ ശബ്ദത്തിന് ചെറിയ ഇതുണ്ട്. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ യാത്രയിലായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിലാണ്. ഇവിടെ സ്ഥലം കാണാൻ വന്നാണ്. പ്രകൃതി മനോഹരമായ അടിപൊളിയായിട്ടുള്ള സ്ഥലം ഇപ്പൊ കണ്ട് ഇന്നിപ്പോ രാവിലെ ഇറങ്ങാനുണ്ട്. അതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ട് ഇറങ്ങിക്കളയാമെന്ന് കരുതി അങ്ങനെയാണ് ഇപ്പോൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ സമ്പത്തിന്റെ നിയമങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെ പറ്റി മാത്രം ഇപ്പോൾ പറയാം. മറ്റു കാര്യങ്ങളൊക്കെ തുടർ കാര്യങ്ങൾ വരുന്നു. അതുപോലെ തന്നെ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്റർപ്രണർ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നോ യുവർ ബിസിനസ് എന്ന് പറയുന്ന എന്റർപ്രണർ മൈൻഡ് സെറ്റ് ഒരു കോഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ, എന്റർപ്രണറായി മാറാൻ താല്പര്യമുള്ള ആൾക്കാർ അത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ക്ലോസിൽ ചേരാനുള്ള ഡീറ്റെയിൽസ് നൽകാം. അതുപോലെ നോ യുവർ ബിസിനസ് എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടി ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ അറിയുക, എങ്ങനെ അറിയണം, എന്താണ് ബിസിനസ് അറിഞ്ഞാലുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെ വളരെ വിശദമായി തന്നെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ കോഴ്സിന് താല്പര്യമുള്ളവർ അതും കൂടി വേണ്ടവർ പറയുക, അവർക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീക്കിലി വെബിനാറുകൾ ഉണ്ടാവുന്നു. അതെല്ലാം ഈ ചാനലിൽ അതിന് ഡീറ്റെയിൽസ് എപ്പോഴും വരുന്നു. അത് ഒന്ന് നോക്കുക. ഫ്രീ ആയിട്ടുള്ള ഇതുപോലെ വീഡിയോസും ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ പേരുള്ള വെബിനാറുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഫുൾ ക്ലാസ്സുകളും ഇവിടെ നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ UAE-യിലുള്ള ഒരാളാണ്. UAE-യിലാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. എൻ്റെ പേര് ദിനേഷ് മുഹമ്മദ്. ഞാനൊരു മൈൻഡ് ട്രെയിനറാണ്, ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ്. അതുകൊണ്ട് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ സർട്ടിഫൈഡ് ട്രെയിനറാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സംസാരങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ സമ്പത്തിന്റെ നിയമങ്ങൾ അതല്ല, നിയമമാണ് പറയുന്നത്. ഇന്നത്തെ നിയമം എന്ന് പറയുന്നത് നിക്ഷേപത്തിന്റെ അടിസ്ഥാനങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ നമുക്ക് എല്ലാവർക്കും നിക്ഷേപമുണ്ട്, നിക്ഷേപത്തിൽ താല്പര്യമുണ്ട്. പക്ഷേ പലരുടെയും നിക്ഷേപങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങിക്കുമ്പോഴോ ബോണ്ടുകൾ വാങ്ങിക്കുകയോ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ അടിസ്ഥാന തത്വത്തെ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പൊ ധനസമ്പാദനത്തിലേക്ക് മാത്രം നോക്കുന്ന ജീവിതം പണം പോക്കറ്റിൽ എത്തും എന്ന പ്രതീക്ഷയിൽ മാത്രം മുന്നേറുകയാണ് എന്നൊന്ന് മനസ്സിലാക്കുക. പക്ഷെ ആ പണത്തെ വളരാൻ ഇടയാക്കുന്ന മാർഗമാണ് നിക്ഷേപം എന്ന് പറയുന്നത്. എന്നാൽ നിക്ഷേപം ലളിതമായ ഒരു പ്രക്രിയയെ അല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുന്നവരാണ് പണത്തെ കൃത്യമായി വിനിയോഗിക്കാൻ കഴിയുന്നവർ എന്നറിയുക. അപ്പോൾ നിക്ഷേപം എങ്ങനെയാണ്, എപ്പോഴാണ്, ഏത് രീതിയിൽ നടക്കണം എന്നൊക്കെ ഒന്ന് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി വെക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. എങ്കിൽ മാത്രമേ സമ്പത്ത് നമുക്ക് ഉയർത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു കാര്യം. അപ്പൊ ഒന്നാമതായി ചെയ്യേണ്ടത്, നിക്ഷേപം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. വെറുതെ പണം ബാങ്കിൽ വെച്ചാൽ അതിന്റെ മൂല്യം വർഷങ്ങളായി കുറഞ്ഞു പോകുന്നു എന്നുള്ള കൃത്യമായ, അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ, ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ടാകുന്നു എന്നുള്ള അടിസ്ഥാനമെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ടേം ഡെപ്പോസിറ്റുകളൊക്കെ നമുക്ക് അത്ര കണ്ട് ഗുണകരമായി മാറില്ല എന്നുള്ള ഒരു തത്വം അറിയുക. ആ പണം വളരുന്ന സംവിധാനങ്ങളിലേക്ക് നമ്മൾ മാറ്റേണ്ടത് അടിസ്ഥാനം ആവശ്യമാണ്. അത് നമ്മൾ പറയുന്ന പാസീവ് ഇൻകം പോലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു നിക്ഷേപത്തിലേക്ക് മാറ്റുന്നതിനെ പറ്റി കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പറയണം. നമുക്ക് ചെയ്യണം. നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ചർച്ച ചെയ്യാം. കാരണം ഞാനൊരു ഫൈനാൻഷ്യൽ എക്സ്പേർട്ട് അല്ല. അതുകൊണ്ട് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അഡ്വൈസുകൾ പറയാനും ആളുമല്ല. നമ്മൾ ബിസിനസിനെ പറ്റി സംസാരിക്കുന്നത്. പക്ഷെ ഞാനും ഫൈനാൻഷ്യൽ അഡ്വൈസ് ഒക്കെ മറ്റു തേർഡ് പാർട്ടീസിൽ നിന്നാണ് എടുക്കാറുള്ളത്. പക്ഷെ അതിനെ പറ്റിയുള്ള ബോധം നമുക്കുണ്ടാവണമെന്നാണ്. ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി നമ്മൾ നിക്ഷേപിക്കും. എന്തെങ്കിലും നിങ്ങളൊക്കെ കാശ് അതിനകത്ത് പോയിട്ടുണ്ടാവും, സ്വാഭാവികമാണ്.
അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഇതിന്റെ ഡിവിഡൻഡ് സിസ്റ്റം എന്താണ്, ഓഹരി വില എങ്ങനെയാണ് ഉയരുന്നത്, മൂലധന ലാഭം ക്യാപിറ്റൽ ഗെയിനിങ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യണം. അല്ലെങ്കിൽ വിപണിയിൽ നമ്മൾ കൊണ്ടുപോയിട്ടാൽ അത് ലാഭത്തിന് പകരം നഷ്ടത്തിലേക്ക് പോകും എന്ന് മനസ്സിലാക്കുക. കൃത്യമായ പഠനത്തിലൂടെ ആയിരിക്കണം അത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ യഥാർത്ഥം. ഇനി മൂന്നാമത്തെ കാര്യം, ബോണ്ടുകൾ നമ്മൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വായ്പാ ബോണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോൾ ഒരു സ്ഥിര വരുമാനം ലഭിക്കുന്ന രീതിയിൽ, അപകടം കുറച്ച് ലാഭം ലഭിക്കുന്ന രീതിയിലാണോ, അപകടം കൂടിയതാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ലോ റിസ്ക് ഓർ ഫിക്സഡ് റിട്ടേൺസ് എന്ന് ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന തത്വം എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ പണത്തെ 3 ടേമിലാക്കി, നമുക്ക് ചെയ്യുന്നത് 3ലും കൊണ്ടുപോയി നിക്ഷേപിച്ച് മിക്സപ്പ് ചെയ്ത് ആവറേജ് പ്രോഫിറ്റ് എടുക്കുന്ന രീതിയിലേക്കാണ് പൊതുവെ കാൽക്കുലേഷൻ നടത്തുന്നത്. അപ്പൊ ഇതൊന്ന് കൃത്യമായി മനസ്സിലാക്കുക. 4മത്തത്, മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു കൂട്ടായ നിക്ഷേപമാണെന്ന് അറിയുക. നമ്മൾ സമയം വളരെ വലിയ കൂടുതലായിട്ട് SIP പോലുള്ള സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലുള്ള സാധാരണ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് കളിക്കാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് SIP ഇൻവെസ്റ്റ് ചെയ്യുക. അത് കമ്പനി ചെയ്തോളും എന്നുള്ളത്. 5മത്തെ കാര്യം, ഏത് കാര്യം ചെയ്യുമ്പോഴും കണക്കില്ലാതെ എടുത്ത് ചാടരുത്. ബിസിനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിക്ഷേപം എന്ന് പറയുന്നത് ഒരു റിസ്കി ഫാക്ടറാണ്. അപ്പോൾ ഏത് കാര്യം എടുക്കുമ്പോഴും ലോ റിസ്ക് വളരെ ശ്രദ്ധിച്ച് നിക്ഷേപം ഏത് തരത്തിലുള്ളതായാലും അതിന്റെ അപകട സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ റിട്ടേൺ ഈസ് ഈക്വൽ ടു റിസ്ക് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് ഇതിനകത്ത്. നമുക്ക് എന്ത് ലഭിക്കുന്നു നമ്മൾ എടുക്കുന്ന റിസ്കിന്റെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ലോ റിസ്ക് ആണെങ്കിൽ ലോ റിട്ടേൺ ആണ്, പക്ഷെ റിസ്ക് എടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും എന്നുള്ള ഇതുണ്ടാക്കുക. 6മത്തെ കാര്യം എന്ന് പറയുന്നത്, അറിവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമ്പത്താണെന്ന് തിരിച്ചറിയുക. നിക്ഷേപത്തിന്റെ തത്വങ്ങൾ വിശദമായി പഠിക്കുക. അതിന് എവിടെ നിക്ഷേപിക്കണം, അതിന്റെ സമയപരിമിതി ഏത്, ടാക്സേഷന്റെ സിസ്റ്റം എന്താണ്, ഫീസ് എന്താണ്, നിയന്ത്രണങ്ങൾ എന്താണ്, ഓൺലൈൻ കോഴ്സുകളോ ബുക്കുകളോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള മെന്റർഷിപ്പോ ഉപയോഗിച്ചുകൊണ്ട് അറിവാകുന്ന സമ്പത്ത് നേടുക എന്നുള്ളത്. അപ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് തിരിച്ചറിയാം. അപ്പൊ പണം ഉണ്ടാക്കുക ഒരു വലിയ കഴിവാണ്, പക്ഷെ ആ പണം വളരാൻ പഠിക്കുക ഒരു അവസരമാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ ആ അവസരത്തെ കൃത്യമായി മുതലെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.